സഹോദര സഹോദരിമാരെ, ഇവിടെ നമ്മൾ നടത്തുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്തത് ഒരു കമ്പനിയിലാണ്. ആ കമ്പനി എന്ന് പറയുന്നത് എന്നോട് അത് പറഞ്ഞപ്പോൾ തന്നെ പ്രൊഡക്റ്റുകളാണ് കാര്യമായിട്ട് സംസാരിച്ചത്. അത് കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു മതത്തിലും അതിൻ്റെ ഒരു അടിസ്ഥാനം ഉണ്ടാവും. അന്നലക്ക് ഇസ്ലാമികപരമായിട്ട് നോക്കുമ്പോൾ കച്ചവടം എന്ന് പറയുന്നത് ഹലാലായ ഒരു ബിസിനസ് മേഖലയാണ്. രണ്ടാമത് അവിടെ വരുന്നത് റിബ എന്ന് പറയുന്ന പലിശ അതിൽ വരുന്നില്ല എന്നുള്ളത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പലിശ വരാതിരിക്കാനുള്ള കാരണം രണ്ടാണ്. അതിൽ ഒന്നാമത്തേത്, നമ്മൾ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഇത്ര രൂപ വേണം മാസം സാലറി ആയിട്ട്, അതല്ലെങ്കിൽ ഞാൻ തരുന്ന സംഖ്യക്ക് ഇത്ര രൂപ വേണം എന്ന ഒരു നിബന്ധന നാം കമ്പനിയോട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒന്നാണ്. അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പലിശയായിട്ട് വരും. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് ഒരു പൈസ ഇതിലേക്ക് കൊടുത്തിട്ടില്ല. കമ്പനിയും അതുപോലെ തന്നെ നിങ്ങൾ ഇത്ര രൂപ തന്നാൽ എല്ലാ മാസവും ഇത്ര രൂപ നിങ്ങൾക്ക് നൽകാം എന്നും പറയുന്നില്ല. അങ്ങനെ ഉണ്ടോ? ഇല്ല. അത് രണ്ടും വരാത്തത് കൊണ്ട് തന്നെ നമുക്കത് പലിശയുടെ ഇനത്തിൽ എണ്ണാൻ വകുപ്പില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. കച്ചവടത്തെ അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട്, റിബയെ അള്ളാഹു ഹറാമാക്കിയിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധമായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് മേഖല മാത്രമേ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്, നമ്മൾ കമ്പനിക്ക് നമ്മൾ ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി നമുക്ക് ഒരു രൂപ ഒരു സംഖ്യ തരുന്നുണ്ടല്ലോ. അതിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു കമ്പനിയിലേക്ക്, അതല്ലെങ്കിൽ ഒരു കച്ചവടത്തിലേക്ക്, ഒരു നല്ല ഒരു കാര്യത്തിലേക്ക് ഒരാളെ നാം കൊടുക്കുമ്പോൾ ആ കമ്പനി നമുക്ക് സന്തോഷത്തിന് വേണ്ടി നൽകുന്നത് അതൊരു പാരിതോഷികമാണ്. അതൊരു സംഭാവനയായിട്ട് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അത് ആ കൊടുക്കുന്ന വ്യക്തിക്കും സ്വീകരിക്കുന്ന വ്യക്തിക്കും മാനസികമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അവൻ്റെ സമ്പത്തിൽ കുറവോ വർധനവോ അതിൽ വരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ കമ്പനി നൽകുന്ന ഒരു പാരിതോഷികമാണ്. അത് ഇസ്ലാമിൽ അനുവദനീയവുമാണ്. നന്ദി.